പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കേട്ട ഞെട്ടലിനാണ് ഇന്ന് മലയാളക്കര എമ്പാടുമുള്ളത്. അടുത്തടുത്ത ദിവസങ്ങളിൽ 2 മരണമാണ് പാമ്പ് കടിയേറ്റ് സംഭവിച്ചത്. കിളിമാനൂരിൽ വീട്ടമ്മയ്ക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. സുധർമ്മയ്ക്ക് പാമ്പ് കടിയേറ്റത് വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ചാണ്. തൃശൂർ കോടാലിയിലാകട്ടെ 8 വയസ്സുകാരൻ മരിച്ചത് പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്നാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളത്. സഹോദരൻ അനോഷ് ആകട്ടെ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ കുഞ്ഞുങ്ങൾ കിടന്ന കട്ടിലെ തലയണയുടെ ഭാഗത്താണ് പാമ്പിനെ കണ്ടത്. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഭയമല്ല, ഇതിൽ ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. ചൂട് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഈ ചൂടുകാലം പാമ്പുകളെ ഭയക്കണോ? നമുക്കൊപ്പം ചേരുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും സ്നേക് ക്യാച്ചറുമായ ഡോക്ടർ GS റോഷ്നിയാണ്. ഡോക്ടർ റോഷ്നി, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ പാമ്പുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു? അല്ലെങ്കിൽ വീടുകൾക്കുള്ളിൽ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഇത്രയധികം ഈ ഒരു കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ പാമ്പുകളെ കാണാൻ ഇടയാകുന്നു? പാമ്പുകൾ എന്ന് പറയുന്നത് ശീതരക്തമുള്ള മൃഗങ്ങളാണ്, കോൾഡ് ബ്ലഡഡ് ആണ്. ഇപ്പോഴത്തെ ചൂട് എല്ലാവർക്കും അറിയാവുന്നതുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള ചൂട് നമുക്ക് മനുഷ്യർക്ക് പോലും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പൊ ഇവര് ജീവിക്കുന്നത് മാളങ്ങളിലാണ്, എലിയുടെ മാളങ്ങളിൽ, കല്ലുകെട്ടിനുള്ളിലൊക്കെയാണ് ഇവര് താമസിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വളരെ കൂടുതലായിട്ട്, മുൻപും പാമ്പുകൾ ഇറങ്ങുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഇത്രയും ഭയങ്കരമായ ഒരു ചൂടിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതിനനുസരിച്ച് പാമ്പുകൾ കൂടുതലായി പുറത്തേക്ക് വരുന്നതായി കാണപ്പെടുന്നുണ്ട്. അത് കൂടുതലും നനവുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാനാണ് അവർക്ക് താല്പര്യം. ഇപ്പോ ഒരു മോന്റെ കാര്യം അറിഞ്ഞു ഒരുപാട് വിഷമം തോന്നിയ ഒരു കാര്യമാണ്. മുമ്പും ഒക്കെ നമ്മൾ പലതും കേട്ടിട്ടുണ്ടെങ്കിലും തലേണയുടെ അടിയില് പാമ്പിരുന്നു ഒരു ബൈറ്റ് ഉണ്ടായി, ആ കുഞ്ഞിന് അങ്ങനെ ഒരു സംഭവിച്ചതില് ഒരുപാട് വിഷമമുണ്ട്. നമുക്കതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതിലും ഒരുപാട് വിഷമമുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ പാമ്പുകളെ നമ്മള് ആദ്യം പറഞ്ഞതുപോലെ ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന് തന്നെയാണ് പറയാൻ. റോഷ്നി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാമ്പ് കടിയേറ്റെന്ന് മനസ്സിലാക്കാൻ എടുക്കുന്ന ഒരു സമയം, ആൽജോയുടെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചത് തന്നെയാണ്. മനസ്സിലാക്കാൻ കുറച്ചധികം സമയമെടുത്തു. ആദ്യമൊക്കെ ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞ് അതിനുശേഷമാണ് ഈ പാമ്പ് കടിയേറ്റതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പാമ്പ് കടിയേറ്റെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അല്ലെങ്കിൽ ഇതിന് ഏറ്റവും നമുക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിക്കുന്ന മുൻകരുതലുകൾ അതെന്തൊക്കെയാണ്? ഇതിപ്പോ മോന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞത് കോമൺ ക്രൈറ്റ് എന്ന് പറയുന്ന വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ എന്ന് പറയുന്ന പാമ്പാണ് കടിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം കോമൺ ക്രൈറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ പല്ലുകളുള്ള വളരെ കുഞ്ഞു പല്ലാണ് ക്രൈറ്റിൻ്റെത്. ബൈറ്റ് ഉണ്ടായാൽ നമുക്ക് അറിയാൻ പറ്റൂല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ നമുക്ക് ഒരു മൂർഖം പാമ്പോ ഒരു അണലിയോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ബൈറ്റ് ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഒരു കടി കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ ആ ഭാഗത്ത് വേദന ഉണ്ടാവും, നീര് വയ്ക്കും, ഒരു കളർ ചേഞ്ച് ഉണ്ടാവും, അങ്ങനെ ഒരു കുറച്ച് നമുക്കൊരു സിംറ്റംസ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, പിന്നെ അൺകോൺഷ്യസ് ആവും, അങ്ങനെ നമുക്ക് കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷേ ക്രൈറ്റിന്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഉറക്കത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ബൈറ്റ് ഉണ്ടായത് അറിയാൻ പറ്റില്ല, കാരണം വേദന ഉണ്ടാവില്ല. മറ്റിതുപോലെയുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ അധികം ഉണ്ടാവാറില്ല. ഇതുപോലെ ഡെത്ത് സംഭവിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ചിലപ്പോ ഇതുപോലെ ബൈറ്റ് മാർക്ക് കണ്ടിട്ടൊക്കെ ആയിരിക്കും. ബൈറ്റ് മാർക്ക് തന്നെ വളരെ കുഞ്ഞായിരിക്കും, കാരണം ചെറിയ പല്ലായതുകൊണ്ട് അതിന്റെ ആ ഒരു ബൈറ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മാർക്കായിരിക്കും. അത് തന്നെ ആയിരിക്കണം മോനും സംഭവിച്ചിട്ടുള്ളത്. പാവം കുഞ്ഞ് അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു ബൈറ്റ് കിട്ടിയ കാര്യം അതിന് അറിയാൻ പറ്റില്ല. അത് തന്നെയാണ് കാരണം. റോഷ്നി, ഇപ്പോൾ ഈ നമ്മുടെ ജനവാസ മേഖലയിലേക്ക് വരാൻ ഇടയുള്ള പാമ്പുകൾ, അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല, കാരണം രാജവെമ്പാലയെ അടക്കം നമ്മളിപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് വീടുകളിൽ നിന്നും ഒക്കെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. എങ്കിലും കൂടുതലായി വീടുകൾക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിലേക്ക് വരാൻ ഇടയുള്ള പാമ്പുകൾ അത് ഏതൊക്കെയാണ്? ഈ കാലാവസ്ഥയിലുണ്ടായ മാറ്റം ഇതിനൊക്കെ ഒരു വലിയ പ്രധാന കാരണമായി മാറിയിട്ടുണ്ടല്ലോ ഇപ്പോൾ. അതെ അതെ, പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇവരെല്ലാം പുറത്തേക്ക് വരുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. പക്ഷെ അതില് നമുക്കിപ്പോ ഭയപ്പെടേണ്ട പാമ്പുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ കഴിയുന്ന പാമ്പുകൾ എന്ന് പറയുന്നത് 5 മാത്രമാണുള്ളത്. അതിൽ രാജവെമ്പാല നമുക്ക് ഈവൻ അല്ലെങ്കിൽ നമുക്ക് കാണാനെങ്കിലും പറ്റുന്നുണ്ട്, നമുക്ക് അത്രയും സൈസ് ഒക്കെ ഉള്ളതുണ്ട്. പക്ഷേ ക്രൈറ്റ് ഒക്കെ വളരെ കുഞ്ഞു പാമ്പുകളായാലും ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പിന്നെ മൂർഖനും അണലിയുമാണ് ഉള്ളത്. മൂർഖൻ പാമ്പും നമുക്ക് സാധാരണ നമ്മുടെ മുറ്റത്തും നമ്മുടെ പറമ്പിലും ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന പാമ്പാണ്. പക്ഷെ ക്രൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ
എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ എണ്ണം വളരെ കുറവ് റെസ്ക്യൂ ചെയ്തിട്ടുള്ള പാമ്പാണ് ക്രേറ്റ്. ക്രേറ്റ് കൂടുതലും കിണറിനുള്ളിൽ നിന്നൊക്കെയാണ് കിട്ടിയത്. എനിക്ക് ഒത്തിരി എണ്ണത്തിന് കിണറ്റിനകത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. കിണറിന്റെ ഈ പടവിലൊക്കെ ഇരുന്നിട്ടാണ് ക്രേറ്റിനെ കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഇത് നൊക്ടേണൽ ആണ്. പകൽ സമയത്ത് വളരെ ശാന്തമായി ഇരുന്നിട്ട് രാത്രി മാത്രം ആക്റ്റീവ് ആവുന്ന ഒരു പാമ്പാണ് ഈ ക്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോ അത് വളരെ എണ്ണം കുറവാണ് ശരിക്കും. നമുക്ക് മറ്റേ പാമ്പുകൾ കിട്ടും പോലെ, ഇപ്പോ അണലിയോ മൂർഖനോ ഒക്കെ കിട്ടുന്നത് പോലെ ക്രേറ്റിന് അധികം നമുക്ക് കിട്ടാറില്ല. അപ്പോ ഇവര് പുറത്തിറങ്ങുന്നത് ഇവര് മാത്രമാണ് ശരിക്കും നമുക്ക് അത്രമാത്രം പേടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോ നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ, നനവുള്ള സ്ഥലങ്ങളില് അല്ലെങ്കിൽ തണുത്ത പ്രദേശങ്ങളിൽ അവർ വന്നിരിക്കാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് വളരെ കൂടുതലാണ്. ഈ പാമ്പുകൾ പ്രധാനമായിട്ടും നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ വീടുകൾക്കുള്ളിലേക്കൊക്കെ വരുന്നത് നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? ഈ പണ്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വീടിന് ചുറ്റും മണ്ണെണ്ണ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതി, അപ്പോൾ പാമ്പ് വരില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ മിത്താണോ, അതോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പാമ്പ് വരാതിരിക്കുമോ വീടിനുള്ളിലേക്ക്? അതെല്ലാം വെറും തെറ്റായ ധാരണകൾ മാത്രമാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പാമ്പുകൾ ഒരു 2-3 സാഹചര്യങ്ങളിലാണ് കൂടുതലും പുറത്ത് ഇറങ്ങി കാണുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചൂട് കൂടുതലാവുന്ന സമയത്ത് ഇവർക്ക് അതിനുള്ളിൽ കല്ലുകെട്ടിനുള്ളിലൊന്നും ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഫുഡ് എടുക്കാൻ വേണ്ടി. മാളത്തിനകത്തിരുന്നാൽ അതിന് ആഹാരം കഴിക്കണമല്ലോ. അപ്പോൾ എലികളെ പോലെയുള്ള ജീവികളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് മാളത്തിന് പുറത്തേക്ക് ഇറങ്ങി വരാറുണ്ട്. മൂന്നാമതൊരു സാഹചര്യം എന്ന് പറയുന്നത് മേറ്റിംഗ് സീസൺ. അതിന്റെ പ്രജനന കാലത്ത് ആ സമയത്ത് വരെ കൂടുതലായിട്ട് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളിൽ മാത്രമാണ് അവര് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അവർക്ക് മനുഷ്യരെ പേടിയാണ്, അവര് നമ്മുടെ മുന്നിലേക്ക് വരാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോ ഈ സാഹചര്യങ്ങളിൽ പക്ഷെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഇപ്പോ നമ്മുടെ വീടും വീടിന് ചുറ്റുമുള്ള പറമ്പും, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ വീടിന് ചുറ്റുമുള്ള കുറച്ച് ഏരിയയെങ്കിലും വൃത്തിയാക്കി ഇടണം എന്നുള്ളത് അതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഫുഡ് വേസ്റ്റ്, നമ്മൾ ആവശ്യമില്ലാതെ ആഹാരം വലിച്ചെറിയുക, എവിടെയെങ്കിലും ഈ ഫുഡിന്റെ വേസ്റ്റുകളെല്ലാം കൂടി കൂട്ടി വയ്ക്കുക, ഇപ്പൊ ഹോട്ടലുകൾ പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ട് കൂട്ടി വയ്ക്കുക, ഇതൊക്കെ ചെയ്യുന്നത് എലികൾ കൂടുതൽ വരാൻ കാരണമാവുന്നുണ്ട്. അപ്പൊ എലിയെ പിടിക്കാനായിട്ട് പാമ്പ് അതിന്റെ പുറകെ വരുന്നതിന് കാരണമാവുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് പാമ്പ് വരുന്നത്. പാമ്പിന് മണമെടുക്കാനുള്ള കഴിവ് എത്രത്തോളം ഇല്ലാത്തൊരു ജീവിയാണ്. ശ്വസിക്കാനാണ് അത് മൂക്ക് ഉപയോഗിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ, പെട്രോള്, മണ്ണെണ്ണ പോലെയുള്ള സാധനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ച് എന്തൊക്കെയോ മരുന്നുകളൊക്കെ ഞാനും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അതെല്ലാം വെറുതെയാണ്. ആ ഒരു സാഹചര്യത്തിൽ അത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പാമ്പ് വരാതിരിക്കില്ല. അവരുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആണ്. മണ്ണെണ്ണയോ പെട്രോളോ ഡീസലോ ഒക്കെ അതിന്റെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ പൊള്ളലുണ്ടായി അത് മരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ഈ ചൂട് കാലത്ത് നമ്മൾ എന്തായാലും കാറ്റ് കയറാനൊക്കെ ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് നമ്മൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ വീടുകളിൽ ഇരിക്കാറ്. അങ്ങനെ ജനലും വാതിലും ഒക്കെ തുറന്നിടുന്നത് ഈ പാമ്പുകൾ കയറി വരാനുള്ള സാഹചര്യം കൂട്ടാനുള്ള സാധ്യതയുണ്ടോ? അതെ, കൂടുതലാണ്. ടൈലൊക്കെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. നമ്മുടെ വീടിനകത്ത് ടൈൽസിൽ കൂടെ ഇപ്പൊ പലരും പറയാറുണ്ട് ടൈലിൽ കൂടെ എഴഞ്ഞു പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും എഴഞ്ഞു പോകാൻ പറ്റും. ചുവരിൽ കൂടെ കയറുമോ എന്ന് ചോദിക്കും. ചുവരിൽ കൂടെ കയറും, ഉറപ്പായിട്ടും കയറും. അതിനൊരു ഗ്രിപ്പ് കിട്ടുന്ന ഭാഗങ്ങളിലൂടെ എല്ലാം കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ തണുത്ത പ്രതലങ്ങൾ നോക്കിയാണ് വരുന്നത്. നമ്മുടെ വീടിനുള്ളില് നമ്മളെപ്പോഴും ഫാൻ ഉണ്ടാവും, എ സി ഉള്ള സ്ഥലങ്ങളുണ്ടാവും. എ സിക്ക് അകത്ത് നിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് എ സിക്ക് അകത്ത് നിന്നാണ് ഒരു വില്ലൂന്നിയുടെ ഒരു 5 പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത്. എ സിയുടെ ഉള്ളിൽ നിന്നാണ്. ഒരെണ്ണം കയറി പോകുന്ന കണ്ടാണ് നോക്കിയത്. 5 എണ്ണം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള തണുത്ത സ്ഥലങ്ങളിൽ അത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കിപ്പോ ബാത്റൂമില് തറയിൽ വെള്ളം വീഴുന്ന വെള്ളം ഒഴുകി പോകാനായിട്ട് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിന്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത പറമ്പിലോ സിറ്റിയിലാണെങ്കിൽ അടുത്ത ഓടയിലോ എങ്ങാനോ ആയിരിക്കും. അപ്പൊ അതുവഴി അത് കയറി നമ്മുടെ വീടിനകത്ത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ചെറിയ മെഷ് വെച്ചിട്ട് നമ്മൾ ഈ ബാത്റൂമിനകത്തുള്ള ഹോളൊന്ന് ക്ലോസ് ചെയ്യുക. വെള്ളം പോകാൻ മാത്രമായിട്ട് ചെറിയ നെറ്റ് വെച്ച് അടയ്ക്കുക. അതുപോലെ അതിന്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നതും ചെറിയ നെറ്റ് വെച്ചിട്ട് വെള്ളം പോകാൻ മാത്രമായിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അതുപോലെ അടുക്കളയിൽ നിന്ന് പോകുന്ന വെള്ളം പോകുന്ന പൈപ്പും അതുപോലെ ചെയ്യുക. വാഷിംഗ് മെഷീന് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ സാധാരണ വർക്ക് ഏരിയയിലൊക്കെയാണ് വെക്കാറ്. അതിനും ഇതുപോലെ പൈപ്പ് പുറത്തോട്ട് കിടക്കും. ആ പൈപ്പും ഇതുപോലെ തന്നെ ചെയ്യണം. ചെറിയ നെറ്റ്, വെള്ളം മാത്രം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട്. അതിന്റെ ഉള്ളിൽ എപ്പോഴും നനവായിരിക്കും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് കിട്ടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും ചെന്ന് കരിയിലയൊക്കെ പറക്കാൻ വേണ്ടിയിട്ടോ ഇല വീടുന്ന എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി കൈയിടുന്നത്.
അതിന്റെ ഇടയിലൊക്കെ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ക്രീപ്പേഴ്സ്, ക്ലൈംബേഴ്സ്, വീടിനോട് ചേർന്ന് മരത്തിന്റെ ചില്ലകൾ ചാഞ്ഞു നിൽക്കുന്നത്, ഇതൊക്കെ ഈ നമ്മുടെ വീടിന്റെ എയർ ഹോൾ വഴി കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജനലും വാതിലും നമുക്ക് ക്ലോസ് ചെയ്തിട്ടിട്ട് അല്ലെങ്കിൽ തുറന്നിടുവാണെങ്കിൽ ചെറിയ നെറ്റ് വെച്ചിട്ട് നമുക്കിപ്പോ ഈ കൊതുകൊന്നും കയറാത്ത രീതിയിൽ നെറ്റ് വെച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് നമുക്ക് തൽക്കാലം നമ്മുടെ സുരക്ഷയാണ് വലുത്. അപ്പൊ പിന്നെ കുറച്ച് അതിനു വേണ്ടി ഒരു ദിവസം മെനക്കെട്ടാൽ നമുക്ക് വലിയൊരു ആപത്ത് ഉണ്ടാവാതെ രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. റോഷ്നി, മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ പാമ്പുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുപോലെ തന്നെ ഈ പാമ്പിന്റെ വിഷമുള്ള പാമ്പുകൾ ഏതൊക്കെയാണ്, വിഷമില്ലാത്ത പാമ്പുകൾ ഏതൊക്കെയാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ചില സ്ഥലത്തൊക്കെ വെള്ളരിക്കയുടെ ഒക്കെ മണം വരുമ്പോൾ അവിടെ ഈ അണലി പോലെയുള്ള പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളരിക്ക മണക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഈ പാമ്പുകളുടെ വിഷമുള്ള പാമ്പുകളാണ്, വിഷമില്ലാത്ത പാമ്പുകളാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് വെനമസ് ആയിട്ടുള്ള, നോൺ വെനമസ് ആയിട്ടുള്ള കുറച്ച് പാമ്പുകളുണ്ട്. അത് നമുക്ക് ഇതാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിലിപ്പോ നമുക്ക് 5 പാമ്പുകളാണ് നമുക്ക് മനുഷ്യനെ കൊല്ലാൻ കഴിയുന്ന അത്രയും വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ. നമ്മൾ ബിഗ് 4-ല് 4 പേരുണ്ട്. പിന്നെ ഉള്ളത് രാജവെമ്പാലയാണ്, കിങ് കോബ്ര, സ്പെക്ടക്കിൾഡ് കോബ്ര, റസൽസ് വൈപ്പർ, സോസ്കെയിൽഡ് വൈപ്പർ, കോമൺ ക്രൈറ്റ്. ഇവർ 5 പേരാണ് ശരിക്കും ഒരു മനുഷ്യനെ കടിച്ചാല് മരിച്ചു പോകാൻ കഴിയുന്ന വിഷം ഉള്ള അല്ലെങ്കിൽ വെനമസ് ആയിട്ടുള്ള പാമ്പ് എന്ന് പറയുന്നത്. വെനം എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ വെനമസ് എന്ന് സാധാരണ പറയാറുള്ളത്. അപ്പോ ഇവർക്ക് മാത്രമാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നത്. ബാക്കി പാമ്പുകളെല്ലാം സാധുക്കളാണ്. ഇപ്പൊ വില്ലൂന്നി, കൊമ്പേറി എന്ന് പറയുന്നത്, ചേര, നീർക്കോലി, കാട്ടുപാമ്പ്, പിന്നെ ചുരുട്ട, ഒരുപാട് ടൈപ്പ് ഓഫ് ചുരുട്ടകൾ ഒരുപാടുണ്ട്, കാട്ടുപാമ്പുണ്ട്. അപ്പൊ ഇവരെല്ലാം, പെരുമ്പാമ്പ്, നമ്മുടെ പൈത്തൺ, ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന് പറയുന്ന നമ്മുടെ പെരുമ്പാമ്പ്, മലമ്പാമ്പ്, ഇവരെല്ലാം നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പുകളാണ്. അപ്പൊ നമ്മൾ ശരിക്കും പേടിക്കേണ്ടത് ഈ വെനമസ് ആയിട്ടുള്ള പാമ്പിനെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. പക്ഷെ എല്ലാ ആൾക്കാർക്കും ഈ പാമ്പുകളെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പല സ്ഥലത്തും അവർ കാണുമ്പോൾ അതിന്റെ സ്കിന്നൊക്കെ കാണുമ്പോൾ തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ കൃത്യമായി അതിനുള്ള മറുപടി കൊടുക്കാറുമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ആ സ്മെല്ല് അതൊരിക്കലും പാമ്പിന്റെതല്ല, അണലിയുടെ വാതിറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ശരിക്കും അണലിയുടേതല്ല, അതൊരു ചെടി പൂക്കുന്നതിന്റെ ഒരു സ്മെല്ലാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും അണലി വാതിറക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടോ അങ്ങനെ ഒരു സ്മെല്ല് ഒരിക്കലും ഉണ്ടാവാറില്ല. റോഷ്നി, അതുപോലെ തന്നെ ഈ പാമ്പുകൾ വരാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന ചില ചെടികളൊക്കെ നട്ടു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നൊക്കെ പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പാമ്പുകളുമായി ബന്ധപ്പെട്ട് പാമ്പുകൾ വരാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മിത്തുകൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ സവാളയുടെ ചെടിയൊക്കെ നട്ടു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നൊക്കെ പറയും. അത്തരത്തിൽ അതൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്നതാണോ? ഒരിക്കലും അല്ല. പാമ്പിന് മൂക്കുള്ളത് ശ്വസിക്കാൻ മാത്രമാണ്. അതിന് മണം തിരിച്ചറിയാനുള്ള കഴിവ് അത്രത്തോളം ഇല്ലാത്തൊരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ സർപ്പഗന്ധിയൊക്കെ പണ്ട് പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഇതൊന്നും ഒരു പ്രതിവിധിയല്ല. പാമ്പ് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്നുള്ള പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വീടിനോട് ചേർന്ന് കൊതുമ്പ്, തൊണ്ട്, വിറക് പോലെയുള്ളതൊക്കെ അടുക്കിയൊക്കെ വയ്ക്കുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. എലി വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. പിന്നെ അടുക്കളയിലെ പല്ലി പോലെയുള്ള ജീവികളെ പിടിക്കാനാണ് നമ്മുടെ ഈ ചുരുട്ട പോലെയുള്ള ചെറിയ പാമ്പുകൾ വരുന്നത്. ആ പാമ്പിനെ കാണുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വലിയ പാമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പാമ്പുകൾ വീട്ടിൽ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്നുള്ള പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. എലിമാളങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആവശ്യം ഫുഡും ഷെൽട്ടറും മാത്രമാണ്. അത് പാമ്പിനെന്നല്ല, എല്ലാ വന്യജീവികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർക്കൊരു ഷെൽട്ടർ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അതിനകത്ത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ചെറിയ മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടച്ചു വെക്കുക. ഇതുപോലെ അതിന് കയറിയിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അവിടെ ഇരിക്കില്ല. അത് ഇവൻ എവിടെന്നെങ്കിലും പുറത്തുനിന്ന് വന്ന് കയറി വന്നാൽ പോലും അത് ജസ്റ്റ് അതുവഴി ഒന്ന് കറങ്ങിയിട്ട് അത് ചിലപ്പോൾ തിരിച്ചിറങ്ങി പോകും. കാരണം അതിന് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ ഒരിക്കലും അത് ഇരിക്കില്ല. അത് അതിന്റെ വഴിക്ക് പൊക്കോളും. റോഷ്നി, നമ്മൾ ഈ ആൽജോയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ തലയിണയുടെ അടിയിലേക്കാണ് പാമ്പ് വന്നിരുന്നത്. അങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണ്? പൊതുവെ ഈ തലയിണയുടെ അടിയിലൊക്കെ ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ പാമ്പിന് കൂടുതൽ വേണ്ടത് തണുപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പാമ്പ് അങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണ്? ഇല്ല, അത് തണുപ്പാണ്. അവര് തറയിലാണ് കിടന്നത്. ഞാൻ ന്യൂസ് കേട്ടതാണ്. അവര് തറയിലാണ് കിടന്നത്. അവരുടെ വീട് ടൈലിട്ട വീടാണ്. അപ്പൊ ഈ തലേണയുടെ അടിയില് ടൈലില് അതിന് നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് അവിടെ ചൂട് എന്നൊരു സംഭവം വരുന്നില്ല. തണുപ്പല്ലേ അവിടെ. ഞാൻ കട്ടിലിലെ മെത്തയിൽ നിന്ന് അണലിയെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് നെടുമങ്ങാട് ഭാഗത്ത് നിന്ന്.
അങ്ങനെയുള്ള സ്ഥലങ്ങൾ തണുത്ത പ്രദേശമാണ്, തണുത്തിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ മോൻ അങ്ങനെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു ഇപ്പോ തലയിണയില് തല വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കാണണം. അല്ലെങ്കിൽ കയ്യോ എന്തെങ്കിലും എടുത്ത് പുറത്തൂടെ എങ്ങാനും ഇടുകയോ വല്ലതും ചെയ്തപ്പോൾ ആ, അതിന് വേദനിച്ചു, ശരീരം വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരയെ എടുക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ ബൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ പാമ്പ് അങ്ങനെ വെറുതെ നമ്മളിപ്പോ പോകുന്ന ഒരാളെ അങ്ങനെ ഒരു ബൈറ്റ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതായിട്ട് ഒരു അറിവില്ല. അപ്പോ അതിനെന്തേലും അങ്ങനെ ഒരു ഇത് ഉണ്ടായി കാണണം. അപ്പോഴായിരിക്കും ആ കുഞ്ഞിന് അത് ഉണ്ടായത്. പക്ഷെ മോൻ റോഷ്നി, അറിഞ്ഞൂടല്ലോ, അതാണ് നമ്മൾ റോഷ്നി, നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും അങ്ങോട്ട് പ്രവോക്ക് ചെയ്യാതെ പാമ്പ് നമ്മളെ ആക്രമിക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പലരും ഈ പാമ്പിനെ കാണുമ്പോൾ തന്നെ തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെ തല്ലിക്കൊല്ലാൻ സാധിക്കില്ല. എങ്കിലും ഇതിനെ കാണുമ്പോൾ നമ്മൾ ചിലരെങ്കിലും ഇതിനെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. നമ്മൾ ഇതിനെ പ്രവോക്ക് ചെയ്താൽ മാത്രമേ ഇത് ഉപദ്രവിക്കൂ എന്നുള്ള കാര്യം പലർക്കും അറിവുണ്ടാവില്ല ചിലപ്പോൾ. പാമ്പ് എന്ന് പറയുന്നത് ഒരു വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ജീവിയാണ്. നമ്മളൊരു സംഭവം ഉണ്ടാവുമ്പോൾ കുറെ നെഗറ്റീവ്സ് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിക്കും ആദ്യമായിട്ട് ആൾക്കാർ മനസ്സിലാക്കാനുള്ള കാര്യം. ഇപ്പൊ ഒരു പാമ്പ് കടി ഉണ്ടാവുമ്പോ പിന്നെ പാമ്പുകളെല്ലാം അങ്ങ് തല്ലി കൊന്നൂടെ, അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ഒരിക്കലും അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. പാമ്പ് എന്ന് പറയുന്ന ജീവി നമ്മുടെ ഭൂമിയിൽ വർഷങ്ങളായി ഉള്ള ജീവിയാണ്. അത് ഇന്നോ ഇന്നലെയോ പ്രത്യക്ഷപ്പെട്ട ഒരു ജീവിയല്ല. അപ്പോ ഇതിനു മുമ്പ് പണ്ടൊക്കെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നുള്ള, ഇപ്പൊ നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്യുന്നു. നമുക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ജനവാസ മേഖലയിൽ കാണുവാണെങ്കിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്, ഞങ്ങൾ അതിനെ റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു മൂർഖമാമിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ, മൂർഖമാമിനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രസൻസ് അറിയിക്കാൻ അത് ചിലപ്പോൾ പത്തിയെടുത്ത് നിൽക്കും. അത് കാണുമ്പോൾ നമുക്ക് പേടിയുള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് പേടിയായിട്ട് തോന്നും. അല്ലാതെ അത് ഒരിക്കലും അത് നമ്മൾ കുറച്ചു സമയം മിണ്ടാതിരുന്നാൽ അത് പത്തി താഴ്ത്തി ഇഴഞ്ഞു പോകും. അല്ലാതെ ഒരിക്കലും അത് വന്ന് നമ്മളെ ഉപദ്രവിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം എന്റെ അനുഭവത്തിൽ ഇതുവരെയും ഒരിടത്തും ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ അറിയാതെ അതിന്റെ പുറത്ത് ചവിട്ടുകയോ നമ്മൾ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോഴാണ് ശരിക്കും ബൈറ്റ് ഉണ്ടാവുന്നത്. ആ ബൈറ്റ് ഉണ്ടാക്കുന്നത് അതിന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മാർഗമാണ് വെനം ഇഞ്ചെക്ട് ചെയ്ത് ബൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് അത് ബൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ അനാവശ്യമായിട്ട് ഒരു പാമ്പും ഒരാളെയും വന്ന് കടിച്ചങ്ങനെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ പോകുന്നൊരു പിന്നെ അതിനറിയില്ല ഇതിപ്പോ എന്താണ് മനുഷ്യരുടെ, കാരണം അതിന് വിഷൻ ക്ലിയർ അല്ല, അതിനറിയില്ല ഇത് കൈയാണോ എലിയാണോ എന്താണ് എന്നുള്ളത്. അതിന്റെ പുറത്ത് പിടിക്കുക വല്ലതും ചെയ്യുമ്പോൾ അതിന് രക്ഷപ്പെട്ടു പോവുക എന്നുള്ളൊരു മാർഗത്തിന് വേണ്ടിയാണ് അത് ബൈറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോ അറിഞ്ഞ വാർത്ത വളരെ വളരെ റോഷ്നി, എനിക്ക് വിഷമമുള്ളതാണത്. ഒരു സംശയം കൂടിയുണ്ട്. പ്രധാനമായി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രോളുകൾ കാണുന്നുണ്ട്. ഈ അണലി 360 ഡിഗ്രി നമ്മളെ തിരിഞ്ഞു കടിക്കുന്ന ഒരു പാമ്പാണ്. അതിനിങ്ങനെ നമ്മൾ അതിനെ അങ്ങോട്ട് പ്രവോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് കടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മളെ കടിക്കും. അങ്ങനെയുള്ള ഒരുപാട് ട്രോളുകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഈ അണലി നമ്മളെ അങ്ങനെ പ്രവോക്ക് ചെയ്യാതെ നമ്മളെ കടിക്കുന്ന ഒരു പാമ്പാണോ? അണലി വേറൊരു ടൈപ്പ് ഓഫ് സ്നേക്ക് ആണ്. ഇപ്പൊ മൂർഖനെ പോലെയല്ല അണലിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ മൂർഖൻ മാമിന്റെ പുറകിൽ നമ്മൾ നിന്ന് എന്തെങ്കിലും ചെയ്താലും അതധികം ശ്രദ്ധിക്കാറില്ല. പക്ഷെ അണലി അങ്ങനെയല്ല, ഹീറ്റ് സെൻസിറ്റീവ് കൂടിയാണ്. അണലിയുടെ വാലിനടുത്ത് നമ്മൾ വെറുതെ ചെന്ന് നിന്നാൽ ഉടനെ ഒന്നും അത് ബൈറ്റ് ചെയ്യില്ല. നമ്മളിതിനെ റെസ്ക്യൂ ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മളിതിന്റെ വാലിൽ പിടിക്കുമ്പോൾ ഇത് തിരിഞ്ഞു വന്ന് കടിക്കാറുണ്ട്. പക്ഷെ മൂർഖമാമിന്റെ വാലിൽ നമ്മൾ പിടിക്കുമ്പോൾ മൂർഖൻ അങ്ങനെ തിരിഞ്ഞു വന്ന് നമ്മളെ ബൈറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറില്ല. പക്ഷെ അണലിയാണെങ്കിൽ അത്തരത്തിൽ ബൈറ്റ് ഉണ്ടാക്കുന്നത്. ഓരോ പാമ്പിനും അതിൻ്റെതായ, നമുക്ക് മനുഷ്യർക്ക് ഓരോ സ്വഭാവം ഉള്ളതുപോലെ അവർക്ക് അതിൻ്റെതായ സ്വഭാവം ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോ അണലിയുടെ ആ ഒരു രീതി അങ്ങനെയാണ്. അത് 360 ഡിഗ്രിയിൽ അതിന് തിരിഞ്ഞു വന്ന് ബൈറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തറയിൽ കുത്തി ഉയർന്ന് പൊങ്ങി ചാടി കടിക്കാനുള്ള ഒരു കഴിവ് അണലിക്കുണ്ട്. പക്ഷെ മൂർഖൻ പാമ്പൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്നുള്ള. അപ്പൊ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള പാമ്പ് അണലിയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഒരു സ്നേക്ക് ക്യാച്ചർ കൂടി ആയതുകൊണ്ട് രോഷനോട് എന്തുകൊണ്ടും ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഈ കുറച്ച് കാലത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ വേനൽ തുടങ്ങിയ ഒരു സമയത്ത് ഇപ്പോൾ അധികം പാമ്പുകൾ എത്തുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഒരു വിഭാഗം പാമ്പ് അത് ഏതാണ്? ഞാൻ ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ചെയ്തിട്ടുള്ളത് മൂർഖൻ പാമ്പ. മൂർഖൻ, പിന്നെ പൈത്തൺ കിട്ടാറുണ്ട്, പെരുമാമ്പ് കിട്ടാറുണ്ട്. റേറ്റ് കുറവാണ് കേട്ടോ, റേറ്റിന്റെ എണ്ണം ഞാൻ പറഞ്ഞില്ലേ കുറവാണ്. അണലി കിട്ടിയിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് കോബ്രയാണ്. സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന നമ്മുടെ മൂർഖൻ പാമ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നാട്ടുപുറത്ത് കാണപ്പെടുന്നത്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ചെയ്തിട്ടുള്ളത്.
നന്ദി റോഷ്നി, വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറിയതിന്. ഈ ഒരു വേനൽക്കാലത്ത് പാമ്പുകൾ ഏറെ വരാനുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. മഴക്കാലത്താണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഈ പാമ്പ് കടി ഏൽക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ പോലും ഇരിക്കാൻ ഭയമുള്ള ഒരു സമയമാണ്. ഇങ്ങനെ വാർത്തകളൊക്കെ പുറത്തു വരുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി റോഷ്നി. പൂർണ്ണമാവുന്ന ബുള്ളറ്റിൻ. നമസ്കാരം.